ബിൻസി മാമിൻ്റെ ഓർഡർ പാക്കിങ്ങിലാണ് കേട്ടോ. ബിൻസി മാം US-ലാണ്, ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവിടെ എത്തിക്കണം. മാമിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കൂടെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് തന്നെ ആ പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ ആ ഒരു സന്തോഷം. ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ്, ചെറിയൊരാട് ആലയാണ് പ്രോഡക്റ്റ് എത്തിക്കേണ്ടത്. മാം 1 മന്ത് മുന്നേ കോൺടാക്ട് ചെയ്തു, എല്ലാം സെലക്ട് ചെയ്ത് വെച്ചു, പേയ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ പ്രോഡക്റ്റും ബോക്സിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നമുക്കൊരു ഓർഡർ വന്നു. അതും സെയിം US-ൽ നിന്ന് തന്നെയാണ്. ഏകദേശം ഈ പ്രോഡക്റ്റിനെ പോലെ തന്നെ ഉള്ള ആ ഒരു പാറ്റേണിലൊക്കെ വരുന്നത് തന്നെയാണ് സെലക്ട് ചെയ്തത്. അതും നമുക്ക് ചെങ്ങന്നൂരാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ അതും പാക്ക് ചെയ്തു. ആ പ്രോഡക്റ്റും എല്ലാം പാക്ക് ചെയ്ത് ഇവരുടെ 2 പ്രോഡക്റ്റും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന മാതിരി ഞങ്ങൾ 2 ബോക്സിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു 2 ദിവസം മുൻപ് ബിൻസി മാം പറഞ്ഞു, ഞങ്ങൾ നാളെ എത്തും വീട്ടിൽ, മറ്റന്നാളത്തേക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്താൽ മതി എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെയും ഒരു ഓർഡർ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ചെങ്ങന്നൂരെന്ന്, അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം ഇത് ഡെലിവറി ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് നിങ്ങൾക്കൊരു മെനക്കേടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാമിന് എങ്ങനെ മനസ്സിലായി ഈ ചെങ്ങന്നൂർ 2 വേറൊരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ സിസ്റ്ററാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് അത്രയും ദിവസം അറിയത്തില്ല ഇത് സിസ്റ്റേഴ്സാണ് ഓർഡർ ചെയ്തത്. 2 പേരുടെയും പ്രോഡക്റ്റ് അടുത്തടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു, ഞാൻ ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഒത്തിരി സന്തോഷം കേട്ടോ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ബിൻസി മാമിന് ഞങ്ങൾ ഇവിടുന്ന് പ്രോഡക്റ്റ് എത്തിക്കുവാണ്. അമ്മയുടെ ബർത്ത്ഡേ കൂടെയാണ്. ഹാപ്പി ബർത്ത്ഡേ മാം. അതുപോലെ റിൻസി മാം എന്തൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നാളെ നോക്കാവേ. Okay.